സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് SFIക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് അവരുടെ നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളോട് പോലും ഏറ്റവും കൂടുതൽ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി മാത്രം പെരുമാറുന്ന ഒരു സംഘടനയാണ് SFI എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. SFIയുടെ മാനവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങളെല്ലാം തന്നെ ഏറ്റവും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ആൾ തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ PM ആർഷോ. എല്ലാവർക്കും നമസ്കാരം. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം നിരവധി ആൾക്കാർ അറസ്റ്റിലായിട്ടുണ്ട്. കുറച്ചുപേർ ഇപ്പോഴും ഒളിവിലുമാണ്. ഈ വിഷയത്തിൽ SFIയുടെ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ ഭാരവാഹിയും ഒക്കെ തന്നെ പിടിയിലായിട്ടും SFIക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് SFIയുടെ സംസ്ഥാന നേതൃത്വവും വക്താക്കളും എല്ലാവരും തന്നെ ആവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആൾക്കാരുടെ ഫോട്ടോ അടക്കം ദേശാഭിമാനികൾ വാർത്ത വന്നുവെങ്കിലും അവരിൽ ആരെങ്കിലും തന്നെ SFIയിൽ ഉണ്ടായിരുന്നതായി വാർത്തയിൽ എങ്ങും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾ, SFIയുടെ സംസ്ഥാന പ്രാദേശിക നേതാക്കൾ ഇവരൊക്കെ തന്നെ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങളടക്കം വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി മാത്രം വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത വളരെ ആശയക്കുഴപ്പമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പ്രതികളിൽ ആർക്കെങ്കിലും തന്നെ SFIയുമായി എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നതായി ഈ വാർത്തകളിൽ എങ്ങും തന്നെ ദേശാഭിമാനി പറയുന്നില്ല. എന്നാൽ സംസ്ഥാന പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFIക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന് പറയുന്ന ഭാഗം അവർ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ പ്രതികളിൽ ആർക്കൊക്കെയാണ് SFI ബന്ധം എന്ന് ദേശാഭിമാനി മാത്രം വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശയക്കുഴപ്പമുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന SFI നേതാക്കന്മാരുടെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. കാരണം ഇവർക്കെല്ലാവർക്കും തന്നെ പലപ്പോഴും SFI പ്രവർത്തകരെ ന്യായീകരിച്ച് കോളേജ് അധികൃതരെ കൂടി ന്യായീകരിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന SFI നേതാക്കന്മാരുടെ പ്രതികരണം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ പരമാവധി ശിക്ഷ വാങ്ങി നൽകേണ്ടതാണ്. SFIക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നൊക്കെ പറയുന്ന ഇവർ തന്നെ ഈ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കോളേജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന നടപടികളെ പറ്റിയോ അവിടുത്തെ അധികൃതരുടെ നടപടികളെ പറ്റിയോ ഒക്കെ പറയുന്ന സമയത്ത് അവരെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയ്ക്കാണ് മരണപ്പെട്ട സിദ്ധാർത്ഥനെതിരായിട്ടുള്ള ഒരു പരാതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പുറത്തു വന്നിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നതനുസരിച്ച് ഒരു 2ാം വർഷ വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണ് സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. ഇത് ഫെബ്രുവരി 26 തീയതിയായിട്ടുള്ളത്. ഇതിൽ റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ മറുപടി പറയേണ്ടുന്ന ആൾ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് മരണപ്പെട്ട സിദ്ധാർത്ഥൻ എന്നാണ്. തന്നെയുമല്ല, പരാതിയുടെ തീയതിയായിട്ട് ഇതിൽ പറയുന്നത് ഫെബ്രുവരി 18 തീയതിയാണ്. 18 തീയതി തന്നെയാണ് സിദ്ധാർത്ഥൻ മരണപ്പെടുന്നത്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് ഈ പരാതി ലഭിച്ചിരിക്കുന്നതായി പറയുന്ന തീയതി ഫെബ്രുവരി 20. അതായത് സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 2 ദിവസമാകുമ്പോഴാണ് ഈ പരാതി ആഭ്യന്തര തർക്കപരിഹാര സെല്ലിന് ലഭിക്കുന്നത്. ഈ പരാതിയുടെ ഒരു പകർപ്പ് ആരോപണ വിധേയനായ സിദ്ധാർത്ഥന് നൽകാൻ കഴിയില്ല. കാരണം അദ്ദേഹം 18 തീയതി തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിൽ പറയുന്നു. 19 തീയതിയാണ് അധികൃതർക്ക് പരാതി ലഭിച്ചത് എന്നും അത് ലഭിക്കുന്നതിന് മുൻപ് തന്നെ സിദ്ധാർത്ഥൻ മരണപ്പെട്ടു എന്നും ഇതിൽ പറയുന്നുണ്ട്. ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫെബ്രുവരി 19 എന്നത് ഒരു ഞായറാഴ്ചയാണ്. അതിനുശേഷം ആഭ്യന്തര തർക്കപരിഹാര സെൽ ഫെബ്രുവരി 20 തീയതിയും പിന്നീട് 26 തീയതിയും ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ പേപ്പറിൽ നിരവധി ആൾക്കാർ ഒപ്പിട്ടിട്ടുമുണ്ട്. ഈ പേപ്പറിൽ ഏതാണ്ട് 8 പേർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ വലതുവശത്ത് ഏറ്റവും താഴെയായി കാണുന്ന ഒപ്പിൽ ഒരു തീയതി കൊടുത്തിട്ടുണ്ട്. ആ തീയതി ഫെബ്രുവരി 26, 2026 എന്നാണ്. ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നത് ആഭ്യന്തര തർക്കപരിഹാര സെല്ലിന്റെ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ ഇവർ പറയുമായിരിക്കാം. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. രേഖാമൂലം ഒരു പരാതി ലഭിക്കുന്ന സമയത്ത് അത് പോലീസിന് കൈമാറുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് കോളേജ് അധികൃതർ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യവും ഇവിടെ സംശയം ഉണർത്തുന്നതാണ്. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടത് കോളേജ് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് SFIക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് അവരുടെ നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കേൾക്കുന്ന കേരളത്തിലുള്ള ആർക്കും SFIയെ യാതൊരു വിധത്തിലുള്ള സംശയവും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. രാഷ്ട്രീയ പ്രതിയോഗികളോട് പോലും ഏറ്റവും കൂടുതൽ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി മാത്രം പെരുമാറുന്ന ഒരു സംഘടനയാണ് SFI എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. SFIയുടെ മാനവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങളെല്ലാം തന്നെ ഏറ്റവും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ആൾ തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ PM ആർഷോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും തന്നെ ഈ വിഷയത്തിൽ SFIയെ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് SFIയിലുള്ള വിശ്വാസം അവർ കാത്തു എന്ന് തന്നെ കരുതാം. ജയ് ഹിന്ദ്.